നോർവേയുടെ ജീവശ്വാസം തന്നെ അതിൻ്റെ നിശബ്ദതയാണ്. അതിൻ്റെ മലനിരകളിൽ മൂടൽമഞ്ഞ് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. വൈക്കിങ്സിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകൾ ഒളിപ്പിച്ചു വച്ച ഗ്രാമങ്ങൾ. നോർവീജിയൻ ഗ്രാമങ്ങളിലൂടെ 7 ദിവസത്തെ സോളോ ട്രിപ്പ് ആയുഷ്കാലത്തേക്കുള്ള ഓർമ്മകൾ നൽകും. സ്കാൻഡിനേവിയ കാണുക എന്നതിലുപരി ആ വിശാല ഭൂമി അനുഭവിക്കാനാണ് ഈ യാത്ര. കനമുള്ളൊരു ജാക്കറ്റും ക്യാമറയും കയ്യിൽ കരുതി ഫയോഡുകളിലൂടെ, മരക്കുടിലുകളിലൂടെ, ഫ്രഷ് സിന്നമണിൻ്റെ മണമുള്ള കാറ്റിലൂടെ, മനോഹരമായ ഗ്രാമീണ ഏകാന്തതയിലൂടെ നടക്കാം. ഏഴ് ദിവസത്തെ യാത്ര ഒന്നാം ദിനം അതിരാവിലെ നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ നിന്നാണ് ആരംഭിക്കുക. ലോകത്തിലെ ഏറ്റവും സീനിക്കായ ട്രെയിൻ റൂട്ടുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്ലാം റെയിൽവേയിൽ കയറുക. ട്രെയിൻ നഗരം വിട്ടാലുടൻ നോർവീജിയൻ ഗ്രാമങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയായി. ഇതാണ് സ്കാൻഡിനേവിയയിലെ ശുദ്ധവായു. തണുത്ത് നേർത്ത് സ്വാസ്ഥ്യവും സുഖവും നൽകുന്ന വായു. ഫ്ലാം റെയിൽവേ വനങ്ങളിലൂടെയും വെള്ളച്ചാട്ടങ്ങളിലൂടെയും കൂർത്തു നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളിലേക്കും കയറിപ്പോകുമ്പോൾ നോർവേ സൗമ്യമായി വാതിൽ തുറന്ന് അതിൻ്റെ ശാന്തമായ ഹൃദയത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ നിങ്ങളെ അനുവദിക്കുകയാണെന്ന് തോന്നും.
ഫ്ലാമിലെത്തി. ഫ്ലാം ഒരു ഗ്രാമം മാത്രമല്ല, അത് ജീവനുള്ളൊരു ലാൻഡ്സ്കേപ്പ് ചിത്രമാണ്. കടും തവിട്ട് നിറമുള്ള മരമേൽക്കൂരകളുള്ള ചെറിയ വീടുകളാണ് ഗ്രാമം മുഴുവൻ. ആകാശം കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്ന ഫയോഡിനരികിലായി വിശ്രമിക്കാം. പുഴയോരത്തെ ഗസ്റ്റ് ഹൗസാണ് താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ എവിടെ കിടന്നാലും ഫ്ലാം മനോഹരമാണ്. സയനത്തിൽ ഫയോഡിനരികിലൂടെ നടക്കുക. നോർവേക്ക് ഈ മാന്ത്രികതയുണ്ട്. നിശബ്ദത തന്നെ നമ്മുടെ യാത്രാ ഗൈഡായി മാറും. തുറമുഖത്തിനടുത്തുള്ള ചെറിയ ബേക്കറിയിൽ നിന്ന് ചൂടുള്ള സിന്നമൺ ബൺ കഴിച്ച് ആ ദിവസം അവസാനിപ്പിക്കാം. രണ്ടാം ദിവസം ഫുൾ ഫ്ലാം ഡേ ആണ്. ഇത് നോർവീജിയൻ ടൂറിസത്തിലെ പ്രശസ്തമായൊരു പദാവലിയാണ്. ഫ്ലാം ഗ്രാമവും ഫയോഡുകളും വെള്ളച്ചാട്ടങ്ങളും എക്സ്പ്ലോർ ചെയ്തുള്ള കാൽനട യാത്രകളാണ് ഫുൾ ഫ്ലാം ഡേ. ഓവനിൽ ചുട്ടെടുക്കുന്ന ഫ്രഷ് റൊട്ടിയുടെ ഗന്ധമാണ് നമ്മളെ ഉറക്കമുണർത്തുക. ഫ്ലാം ഡൗൺ ടൗണിൽ നിന്ന് 650 മീറ്റർ മുകളിലുള്ള സ്റ്റെഗാസ്റ്റിൻ വ്യൂ പോയിന്റിലേക്ക് ബസ്സുകൾ പുറപ്പെടും. അതിലൊരു ടിക്കറ്റ് എടുക്കുക. ഓർലാൻഡ്സ് ഫയോഡിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഗ്ലാസ് പ്ലാറ്റ്ഫോമാണിത്. കാറ്റ് ഐസ് പോലെ തണുത്തിരിക്കും. എന്നാൽ കാഴ്ചകൾ സിരകളെ ചൂടുപിടിപ്പിക്കും. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നാം മലകൾ കാണുന്നതായല്ല, മലകൾ നമ്മളെ കൗതുകത്തോടെ നോക്കും പോലെ തോന്നും. അവിടെ നിന്ന് ഫ്ലാം ഫയോഡ് ക്രൂയിസിന് പുറപ്പെടാം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ ഫയോഡായ നൗറോയ് ഫയോഡിലേക്കാണ് ഇലക്ട്രിക് ബോട്ടിലുള്ള ക്രൂയിസ്. എഞ്ചിൻ്റെയോ ആൾക്കൂട്ടത്തിൻ്റെയോ ശബ്ദമില്ല. കാറ്റും വെള്ളവും പർവ്വതങ്ങളും മാത്രം. ഫയോഡ് കുത്തനെയുള്ള ഇരുണ്ട പാറക്കെട്ടുകളിലേക്ക് ചുരുങ്ങുന്നു. വെള്ളച്ചാട്ടങ്ങൾ വെള്ളിനൂലുകൾ പോലെ താഴേക്ക് പതിക്കുന്നു.
3 മണിക്കൂർ നേരത്തെ ക്രൂയിസ് കഴിഞ്ഞാൽ ഒരു നൊർവീജിയൻ കാർഷിക ഗ്രാമം കാണാനാണ് യാത്ര. AD 1600കളിൽ സ്ഥാപിക്കപ്പെട്ട കൃഷിയുടെ ഗ്രാമമായ ഒറ്റേനസിലേക്ക് പോകാം. മരപ്പുരകൾ, പുല്ലുമേഞ്ഞ മേൽക്കൂരകൾ, ചെറിയ ജനലുകൾ, എല്ലാം കാലത്തിൽ ഫ്രോസൺ ആയതുപോലെ. ഒരു മരബെഞ്ചിലിരുന്ന് താഴ്വരയിൽ മേയുന്ന ആട്ടിൻപറ്റങ്ങളെ കണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കാം. ഫ്ലാമിലെ 2ാമത്തെ രാത്രി ശാന്തമാണ്. ജനൽ തുറന്നിട്ട് കിടന്നുറങ്ങിയാൽ പുഴയുടെ താരാട്ട് കേൾക്കാം. മൂന്നാം ദിവസം ഫ്ലാമിൽ നിന്ന് ഒരു നോർഡിക് കവിത പോലെ മനോഹരിയായ ഗുഡ്വാങ്കൻ ഗ്രാമത്തിലേക്ക് ബസ് കയറാം. മലമടക്കിൽ കുത്തിയെടുത്ത ഗ്രാമം. ഗുഡ്വാങ്കൻ ഗ്രാമത്തിൽ ആദ്യം പോകേണ്ടത് ജാർദാർ വൈക്കിംഗ് വില്ലേജ് കാണാനാണ്. അവിടെ യഥാർത്ഥ വൈക്കിങ്സിനെ പോലെ വേഷം കെട്ടിയ മനുഷ്യരെ കാണാം. മരപ്പലക കൊണ്ടുള്ള ഷീൽഡുകൾ, കൊല്ലപ്പണിക്കാർ, വൈക്കിംഗ് ലോങ് ഹൗസുകൾ, ബോട്ടുകൾ എല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയ ദൂരമേയുള്ളൂ നോർവേയുടെ ചീസ് ഹെവനായ ആൻഡ്രഡാലിലേക്ക്. 100-ൽ താഴെ ആളുകൾ മാത്രമാണ് ആൻഡ്രഡാലിൽ താമസം. ആയിരക്കണക്കിന് ആടുകളും. ആൻഡ്രഡാൽ ഒരു ഫെയറി ടെയിലിനുള്ളിലെ ഗ്രാമം പോലെയാണ് തോന്നുക. ചെറിയ വീടുകൾ, കൂർത്ത മലകൾ, തിളങ്ങുന്ന ഒരു ഫയോൺ. ആൻഡ്രഡാലിലെ പ്രശസ്തമായ ബ്രൗൺ കോട്ട് ചീസ് രുചിക്കാൻ മറക്കരുത്. കാരമലിൻ്റെ രുചിയുള്ളതും നാവിൽ ചൂട് പരത്തുന്നതുമായ ചീസ്. ആൻഡ്രഡാൽ സ്റ്റേവ് ചർച്ച് സന്ദർശിക്കുക. സ്കാൻഡിനേവിയയിലെ മരത്തിൽ തീർത്ത ഏറ്റവും ചെറിയ പള്ളിയാണിത്. വൈകുന്നേരം ആൻഡ്രഡാലിലെ ഹാർബർ ബെഞ്ചിൽ ഇരുന്നാൽ ആകാശം ഫയോഡിന് മുകളിൽ സ്വർണ്ണവർണ്ണം പരത്തുന്നത് കാണാം.
4-ാം ദിവസം അൻഡ്രഡാലിൽ നിന്ന് നോർഡിക് കലയുടെയും ആപ്പിളിന്റെയും ഗ്രാമമായ ബല്ലസ്ട്രാൻഡിലേക്കാണ് യാത്ര. നോർവേയിലെ ഏറ്റവും നീളമുള്ള സോഗ്നെഫയോഡ് കടന്നാണ് ബല്ലസ്ട്രാൻഡിലേക്കുള്ള ഫെറി പോവുക. ബല്ലസ്ട്രാൻഡ് സമയം നിശ്ചലമായി പോയ ഗ്രാമമാണ്. ആർക്കും ഒന്നിനും തിരക്കില്ലാത്ത നോർഡിക് സ്റ്റാൻഡേർഡ് ടൈമിൽ ജീവിക്കുന്ന മനുഷ്യർ. വെള്ള നിറമുള്ള മരവീടുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. മഞ്ഞുമൂടിയ മലകൾ ഫയോഡിന് ചുറ്റും കാവൽക്കാരെ പോലെ കാണാം. ഗ്രാമത്തിന് ചുറ്റും ആപ്പിൾ തോട്ടങ്ങളാണ്. ഗ്രാമമാകെ ഗ്രീൻ ആപ്പിളിന്റെ ഗന്ധം. ബല്ലസ്ട്രാൻഡ് എക്കാലത്തും യൂറോപ്യൻ ചിത്രകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഓരോ വീട്ടിലും ഒരു ആർട്ട് ഗാലറിയുണ്ട്. ഗ്രാമത്തിന് അതിൻ്റെതായ ആർട്ട് ന്യൂവോ വില്ലകളുമുണ്ട്. ഇവിടെ ദ നോർവീജിയൻ മ്യൂസിയം ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സന്ദർശിക്കാം. ആദ്യകാല ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് ഈ ഗ്രാമവുമായി പ്രണയത്തിലായതെന്ന് വെളിപ്പെടുത്തുന്ന ചെറുതും എന്നാൽ ആകർഷകവുമായ ഒരിടം. ഇവിടെ മധുരമുള്ള ഓർമ്മയാണ് സിഡാർ ടേസ്റ്റിംഗ്. സോൻ സിഡാറിന് പ്രസിദ്ധമാണ് ബല്ലസ്ട്രാൻഡ് ഗ്രാമം. ഒരു നോർവീജിയൻ പ്രഭാതം പോലെ ക്രിസ്പായ സിഡർ. നോർവേയിലെ ചരിത്ര പ്രസിദ്ധ വുഡൻ ഹോട്ടലുകളിലൊന്നായ ഐക്കോണിക് വിക്കൻസ് ഹോട്ടലിൽ താമസിക്കാം. അത് മറ്റൊരു അനുഭവമാണ്. ഫയോഡ് സായാഹ്നങ്ങളിൽ ശാന്തമായിരിക്കും. മലകളുടെ പ്രതിഫലനം മറ്റൊരു ലോകത്തേക്കുള്ള പോർട്ടൽ പോലെ തോന്നും. അഞ്ചാം ദിവസം ലോതൽ ഗ്രാമത്തിലേക്ക് പോകാം. ഒരു ഓപ്പൺ മ്യൂസിയം പോലുള്ള ഗ്രാമം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ പണിത 160-ലധികം മരവീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ. പേസ്റ്റൽ നിറങ്ങൾ, ഇടുങ്ങിയ വഴികൾ, പഴയ ബേക്കറികൾ. ഇവിടെ നടക്കുമ്പോൾ ഒരു നോർഡിക് നോവലിൽ ജീവിക്കും പോലെ തോന്നും. ലേഡ്രൽ ഗ്രാമത്തോട് ചേർന്നുള്ള കിങ്സ് റോഡ് ഹൈക്ക് എന്ന കൊങ്ങവെഗനിലെ ഹൈക്കിംഗ് ഒഴിവാക്കരുത്. ഒരിക്കൽ കിഴക്കൻ നോർവേയെയും പടിഞ്ഞാറൻ നോർവേയെയും ബന്ധിപ്പിച്ചിരുന്ന പഴയ കിങ്സ് റോഡ്. ഇതൊരു ലളിതമായ ഹൈക്കാണ്. സോളോ ട്രാവലർമാർക്ക് വളരെ സുരക്ഷിതവും. ലേദ്രാൽ ഗ്രാമം സാൽമൺ ഫിഷിങ്ങിന് പ്രശസ്തമാണ്. പുഴക്കരയിലിരുന്ന് ചൂണ്ടയിടാം. അത് ശാന്തതയുടെ മറ്റൊരു സായാഹ്നമാണ്. ആറാം ദിവസം ലേദ്രാലിൽ നിന്ന് ഗെറാങ്ങർ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുക. ഈ ഗ്രാമമാണ് നോർവേയുടെ ക്രൗൺ ജുവൽ വില്ലേജ്.
നാടകീയമായ കുത്തനെയുള്ള അവിശ്വസനീയമാം വിധം മനോഹരമായ ഗ്രാമം. പുരാതന ശിലാമതിലുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട് ഗെറാംഗർ ഫയോഡിന്റെ അറ്റത്താണ് ഈ ഗ്രാമം. 7 സിസ്റ്റേഴ്സ് വാട്ടർഫാളിലേക്കുള്ള ഫയർഡ് ക്രൂയിസ് ആണ് ഇവിടെ ഹൈലൈറ്റ്. നോർവേയുടെ മനോഹാരിത മുഴുവൻ ആസ്വദിക്കാവുന്ന ക്രൂയിസ്. അവിടെ നിന്ന് ഫ്ലൈഡാൽ ജോറ്റിലേക്ക് ബസ് കയറാം. ഉത്തരാർദ്ധഗോളത്തിൻ്റെ അറ്റത്ത് നിൽക്കും പോലെ തോന്നിക്കുന്ന വ്യൂ പോയിന്റ്. നിങ്ങളുടെ ക്യാമറയ്ക്ക് വിശ്രമം ഉണ്ടാകില്ല. ഗെറാംഗറിൽ വെള്ളത്തിലേക്ക് ഇറക്കി പണിത കഫേകളുണ്ട്. ഒരു ലളിതമായ നോർഡിക് ഹോട്ട് സൂപ്പ് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു വൈക്കിംഗ് കിങ് ആണെന്ന് തോന്നും. അവസാന ദിവസം നോർവേജിയൻ ഗ്രാമീണ ശാലീനതയിൽ നിന്നുള്ള വിടവാങ്ങൽ മാത്രമാക്കരുത്, അതൊരാഘോഷമാക്കണം. 11 ഹെയർപിൻ വളവുകളുള്ള മൗണ്ടൻ റോഡായ ഈഗിൾ റോഡ് വഴി ബസ്സിൽ ഗെറാംഗർ വിടുക. ഓരോ വളവും ഫയോഡിൻ്റെ പുതിയ ആംഗിൾ വെളിപ്പെടുത്തും. ഓണസ്വിംഗൻ വ്യൂ പോയിന്റിൽ ബസ് നിർത്തുമ്പോൾ ഗെറാംഗർ ഗ്രാമം നമുക്ക് താഴെ ചുരുങ്ങുന്നത് കാണാം. ഒരു സുഹൃത്തിനോട് വിട പറയുന്നത് പോലെ. നോർവേയിലെ ഏറ്റവും ഡ്രമാറ്റിക്കായ കൊടുമുടികളാൽ ചുറ്റപ്പെട്ട അൻഡാൽസസ് എന്ന ഗ്രാമത്തിലാണ് യാത്ര അവസാനിപ്പിക്കേണ്ടത്. വൈകുന്നേരം പുഴയോരത്തോടെ നടക്കാം. റോമ റിവർ ടർക്കോയിസ് നിറമുള്ളതും തെളിഞ്ഞതും തണുത്തതും ഉന്മേഷദായകവുമാണ്. നോർവീജിയൻ ഗ്രാമങ്ങളിലൂടെയുള്ള 7 ദിവസത്തെ യാത്ര പ്രതീക്ഷിക്കാത്ത പലതും നമ്മളെ പഠിപ്പിക്കും. ഏകാന്തതയ്ക്ക് നമ്മുടെ കൂട്ടുകാരനാകാൻ കഴിയുമെന്ന്, നിശബ്ദതയ്ക്ക് 1000 അർത്ഥങ്ങളുണ്ടെന്ന്, പ്രകൃതിയെ സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ അത് നമുക്ക് ഹൃദയം കൊണ്ട് കേൾക്കാമെന്ന്, ബെലസ്ട്രാൻഡിൻ്റെ ആപ്പിൾ ഗന്ധമുള്ള കാറ്റ് മുതൽ ഗുഡ്വാങ്ങിൻ്റെ വൈക്കിംഗ് എക്കോ വരെ, ആടുമേക്കൽ ഗ്രാമമായ അൻഡ്രഡാൽ മുതൽ ഗെറാംഗറിൻ്റെ പാറക്കെട്ടുകൾ വരെ ഓരോ ഗ്രാമവും എന്തെങ്കിലുമൊക്കെ നൽകും. ആകാശം താങ്ങി നിർത്തുന്ന ഫയോഡുകളിലേക്ക് സ്വാഗതം.